നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, വിയാജു അമീഗോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളീ കാണുന്നത് കുമാരകോവിൽ ശ്രീ മുരുകക്ഷേത്രത്തിൻ്റെ കവാട ഗോപുരമാണ്. നമ്മുടെ ഇന്നത്തെ യാത്ര ഈ കുമാരകോവിലിന് പിൻഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന മലമുകളിലെ വള്ളിച്ചുന എന്നറിയപ്പെടുന്ന വ്യത്യസ്തമായ ഒരു വെള്ളച്ചാട്ടത്തിലേക്കാണ്. കുമാരകോവിൽ പോകുന്ന വഴിയിൽ ഇടത്തേക്ക് തിരിഞ്ഞാണ് നമുക്ക് പോകേണ്ടത്. വഴിയിൽ ഈ ഒരു കട മാത്രമാണ് വെള്ളത്തിനും മറ്റുമായി നമുക്ക് ആശ്രയിക്കാനുള്ളത്. നൂറുൽ ഇസ്ലാം കോളേജിന് മുന്നിലൂടെ മുകളിലേക്കുള്ള വഴിയിലൂടെയാണ് നമുക്ക് യാത്ര തുടരേണ്ടത്. ആ വഴി കുറച്ചു ദൂരം പിന്നിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന പാർക്കിങ്ങിൽ എത്തിച്ചേരും. വാഹനങ്ങൾ നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാം. അതിനായി പ്രത്യേക ഫീസൊന്നും തന്നെ ഇല്ല. സമീപത്തായി കൽപ്പടവുകൾക്ക് മുകളിൽ ഒരു ക്ഷേത്രവും ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. കോടമഞ്ഞിറങ്ങുന്ന മലയിടുക്കിന് നടുവിലൂടെ ഈ ദുർഘടമായ പാതയിലൂടെ മുകളിലേക്ക് കയറുമ്പോഴും തണുത്ത ഒരു കാലാവസ്ഥയാണ് നമുക്ക് ഇവിടെ അനുഭവപ്പെടുന്നത്. പോകുന്ന വഴിയുടെ ഒരു വശത്ത് പ്രൈവറ്റ് എസ്റ്റേറ്റിൻ്റെ വേലി കെട്ടിത്തിരിച്ചിരിക്കുന്നതും നമുക്ക് കാണുവാൻ സാധിക്കും. ഏകദേശം 1.5 കിലോമീറ്ററോളം പിന്നിട്ട് മുകളിലെത്തിയാൽ വലതുവശത്തോട്ട് തിരിഞ്ഞ് ഈ വെള്ളച്ചാട്ടത്തിലേക്ക് നമുക്ക് എത്താവുന്നതാണ്. കുറച്ച് ആൾക്കാർ അവിടെ ഇരിപ്പുണ്ട്. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. വമ്പൻ പാറക്കൂട്ടങ്ങൾക്ക് നടുവിലായി സ്ഥിതി ചെയ്യുന്ന ഈ വെള്ളച്ചാട്ടത്തിലേക്ക് കയറുന്ന വഴിയിൽ ഒരു പാറയിൽ ഗണപതി, മുരുകൻ, വള്ളി എന്നീ ദേവതകളുടെ വിഗ്രഹം കൊത്തിവച്ചിട്ടുണ്ട്. കൂടെ ശൂലവും കൊടിയും വച്ചിട്ടുണ്ട്. രണ്ട് പാറകളുടെ നടുവിലൂടെ ഒരാൾക്ക് കഷ്ടിച്ച് പോകാൻ പറ്റുന്ന വിധത്തിലാണ് വെള്ളച്ചാട്ടത്തിലേക്കുള്ള വഴി നീങ്ങുന്നത്. താഴെ ഏകദേശം കഴുത്തോളം വെള്ളമുണ്ടെങ്കിലും വെള്ളച്ചാട്ടത്തിനടുത്ത് അധികം വെള്ളം താഴെയില്ല. മലമുകളിൽ നിന്നും ഒഴുകി വരുന്ന ഈ വെള്ളത്തിന് അപാര തണുപ്പാണ്. ഈ തെളിനീരിൽ ഒരു കുളി പാസാക്കിയപ്പോൾ മല കയറിയ ക്ഷീണം എവിടെ പോയെന്ന് അറിയില്ല. തിരുവനന്തപുരം ഭാഗത്തുള്ള ആർക്കും ഈ വെള്ളച്ചാട്ടത്തെപ്പറ്റി അധികം അറിവില്ലാത്തത് കൊണ്ടാവാം മലയാളികളെ അങ്ങനെ ഇവിടെ അധികം കണ്ടില്ല.
ഉഗ്രൻ ഒരു കുളിയും പാസാക്കി വന്ന വഴി മുകളിലേക്ക് വീണ്ടും കയറിയാൽ മലമുകളിൽ നിന്നുള്ള അറബിക്കടലിൻ്റെ കാഴ്ചയും കണ്ട് നമുക്ക് മടങ്ങാം.